വർഷം 2015. ഒരു 20 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ. അവൻ്റെ ഉള്ളിലുള്ള ആഗ്രഹവും സ്വപ്നവും എല്ലാം ക്രിക്കറ്റാണ്. ഒരു ഭാഗത്ത് ക്രിക്കറ്റ് എന്ന സ്വപ്നവുമായി അവൻ മുന്നോട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് അവൻ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന അവൻ്റെ കുടുംബമുണ്ട്. അവൻ്റെ അച്ഛൻ, അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ, അവൻ്റെ 2 സഹോദരിമാർ. ഇതായിരുന്നു ആ ചെറുപ്പക്കാരൻ്റെ ലോകം. അതേ കൊല്ലത്തിൽ 6 മാസത്തെ ഇടവേളയിൽ തൻ്റെ അച്ഛനും ജ്യേഷ്ഠനും മരണപ്പെടുന്നു. ക്രിക്കറ്റ് എന്ന സ്വപ്നം ആ 20 വയസ്സുകാരനായ ചെറുപ്പക്കാരന് മുന്നിൽ ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നു. തൻ്റെ പാഷനായ ക്രിക്കറ്റിന് പിന്നാലെ പോകണമോ, അതോ തന്നെ മാത്രം ആശ്രയിച്ച് തൻ്റെ മുഖത്ത് മാത്രം നോക്കി നിൽക്കുന്ന ആ 2 സഹോദരിമാർക്ക് വേണ്ടി ജീവിക്കണമോ? ഇതായിരുന്നു ആ 20 വയസ്സുകാരന് മുന്നിലുണ്ടായിരുന്ന ചോദ്യം. ഒടുവിൽ കാലം തിരിഞ്ഞ് കറങ്ങി വന്നു. കഴിഞ്ഞ ദിവസം എഡ്ജ്ബാസ്റ്റണിൽ ചേതേശ്വർ പൂജാരയോട് സംസാരിക്കുന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ പയ്യൻ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബൗളറായി മാറി. പറഞ്ഞത് ഒരു വാചകമാണ്: ഇന്നത്തെ മത്സരം കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ സഹോദരിയായിരിക്കും. അവൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലാണ്. കഴിഞ്ഞ 2 മാസമായി അവൾ ക്യാൻസർ രോഗിയാണ്. അവളുടെ മുഖത്ത് ചിരി പടർത്താൻ എനിക്ക് സാധിച്ചു ഈ മത്സരത്തിലൂടെ. അവൾ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും. പറഞ്ഞത് ആകാശ് ദീപ്. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും വാഴ്ത്തുന്ന ആകാശ് ദീപ് ആരാണ്? ആകാശ് ദീപിൻ്റെ ജീവിതം എന്തായിരുന്നു നമ്മൾ പരിശോധിക്കുക. ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ താരം എറിയുന്ന ഏറ്റവും മികച്ച ബൗളിംഗ് സ്പെല്ലായിട്ടും കൂടി മാറുകയായിരുന്നു ആകാശ് ദീപിൻ്റേത്. ചേതൻ ശർമ്മ മാത്രം കൈയടക്കി വെച്ചിരുന്ന ആ സ്പെല്ല് ഇന്ന് ആകാശ് ദീപിൻ്റെ പേരിലും കൂടിയാണ്. ചേതൻ ശർമ്മ 10 വിക്കറ്റുകളിൽ നിന്ന് 186 റൺസ് വഴങ്ങിയപ്പോൾ ആകാശ് ദീപ് 10 വിക്കറ്റുകളിൽ നിന്ന് 187 റൺസാണ് വഴങ്ങിയത്. അവിടെ പോലും നമുക്ക് വിക്കറ്റുകളും സ്കോറും അടുത്തടുത്ത് നിൽക്കുന്നത് കാണാം. ഈ ആകാശ് ദീപിനെ ഇത്രമാത്രം വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടെസ്റ്റ് ക്രിക്കറ്റ് നിന്നു. വിരാട് കോഹ്ലി ഇല്ല, രോഹിത് ശർമ്മ ഇല്ല, ജസ്പ്രീത് ബുംറ 2ാമത്തെ ടെസ്റ്റിൽ പോലും ഇല്ല. ആദ്യത്തെ ടെസ്റ്റിൽ ബുംറ ഉണ്ടായിട്ടും പരാജയപ്പെട്ട ഇന്ത്യ ബുംറ ഇല്ലാതെ എങ്ങനെയാണ് 2ാമത്തെ ടെസ്റ്റ് ജയിക്കുക എന്ന ചോദ്യത്തിന് മറുപടിയും കൂടിയായിട്ടാണ് ആകാശ് ദീപിൻ്റെ ബൗളിംഗ് ഉണ്ടായിരുന്നത്. ഒരു വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ആരാധകർക്ക് ആകാശ് ദീപ് നിലവിൽ നൽകുന്നത്. ആദ്യ ഇന്നിങ്സിൽ 4 വിക്കറ്റ് നേടി 88 റൺസ് വഴങ്ങിയപ്പോൾ 2ാം ഇന്നിങ്സിൽ 6 വിക്കറ്റുകൾ നേടി 99 റൺസ് വഴങ്ങിയായിരുന്നു ആകാശ് ദീപ് 10 വിക്കറ്റ് നേട്ടം മത്സരത്തിൽ കൊയ്തത്. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശ് ദീപ് ഈ കരിയറിലോട്ട് എത്താൻ തന്നെ തൻ്റെ പാഷനും ദൃഢപ്രതിജ്ഞയും കാരണമാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. പല ക്രിക്കറ്റ് താരങ്ങളെയും എടുത്തു നോക്കുമ്പോൾ പോലും പല സ്ട്രഗിളുകളിലൂടെയാണ് അവർ വന്നിട്ടുള്ളത്. വിരാട് കോഹ്ലി ആയാലും രോഹിത് ശർമ്മ ആയാലും പാണ്ഡ്യ ബ്രദേഴ്സ് ആയാലും ഇവരുടെ എല്ലാവരുടെയും ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇനി സംസാരിക്കപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാൾ തന്നെയായിരിക്കും ആകാശ് ദീപ്. അതിന് പ്രധാന കാരണം അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന തീ തന്നെയാണ്. ആ തീ ഒരു അഗ്നിഗോളമായി മാറി ഇംഗ്ലണ്ടിൻ്റെ 11 താരങ്ങളെയും വിഴുങ്ങുന്ന കാഴ്ചയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ബീഹാറിൽ 1996 ആകാശ് ദീപിൻ്റെ ജനനം. പിന്നീട് കൊൽക്കത്തയിലേക്ക് ആകാശ് മാറുകയായിരുന്നു. തൻ്റെ ക്രിക്കറ്റിനോടുള്ള പാഷൻ കാരണം കൂടുതൽ അവസരങ്ങൾ തന്നെ തേടിയെത്തുന്നത് കൊൽക്കത്തയിൽ വെച്ചായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് അങ്ങോട്ടേക്ക് മാറുകയായിരുന്നു. അങ്ങോട്ടേക്ക് മാറി തൻ്റെ ക്രിക്കറ്റ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന ഇടത്താണ് തൻ്റെ കുടുംബത്തിൽ ആ 2 മരണങ്ങൾ സംഭവിക്കുന്നത്. തൻ്റെ 2 സഹോദരിമാർ തന്നെ മുന്നിലുണ്ട്. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല. കാരണം 20 വയസ്സുകാരനായ ആ പയ്യന് എന്ത് ചെയ്യാനാണ്? തൻ്റെ പാഷന് പിന്നാലെ പോകണമോ, അതോ തൻ്റെ സഹോദരികളെ നോക്കാൻ വേണ്ടി വല്ല ജോലിയും ചെയ്ത് ജീവിക്കണമോ എന്ന രീതിയിൽ വരെ ആകാശ് ചോദിച്ചു. 3 വർഷമാണ് ആ സമയത്ത് തൻ്റെ ക്രിക്കറ്റിംഗ് കരിയറിൽ നിന്ന് ആകാശ് ബ്രേക്ക് എടുത്തത്. തൻ്റെ സഹോദരിമാർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം അണ്ടർ 23ലേക്ക് ആകാശ് പോവുകയായിരുന്നു. 2019 ബംഗാളിലെ അണ്ടർ 23 സൈഡിൽ എല്ലാ ഫോർമാറ്റിലും ആകാശ് അരങ്ങേറി. മികച്ച പ്രകടനമായിരുന്നു ആകാശ് കാഴ്ചവെച്ചത്. 2019-20 രഞ്ജി ട്രോഫി സീസണും ആകാശിന് മികച്ചത് തന്നെയായിരുന്നു. പിന്നീടായിരുന്നു IPL-ലേക്കുള്ള കടന്നുവരും. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആകാശ് ദീപിനെ സ്വന്തമാക്കുകയായിരുന്നു. 2022 സീസണിൽ RCBക്ക് വേണ്ടി ആകാശ് ദീപ് കളത്തിലിറങ്ങി. അങ്ങനെ 3 സീസണുകളിലായി വെറും 8 മത്സരങ്ങളിൽ നിന്നായി 7 വിക്കറ്റുകൾ ആകാശ് ദീപ് RCB ജേഴ്സിയിൽ നിന്ന് സ്വന്തമാക്കി. കട്ട് ചെയ്ത് നമ്മൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യക്ക് ഒട്ടും ആഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ട്രോഫി കൂടിയായിരുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫി. അതിൽ ആകാശ് ദീപ് 3 ഇന്നിങ്സുകളിൽ നിന്നായി 5 വിക്കറ്റുകളാണ് നേടിയത്.
ആ മത്സരം സീരീസ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പല ആരാധകരും ക്രിട്ടിക്സും പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം ആ മത്സരത്തിൽ ഉടനീളം ആകാശ് ദീപ് അൺലക്കി ആയിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴായി ആകാശിന് വിക്കറ്റ് കിട്ടേണ്ട പല പന്തുകളും ബാറ്റർമാരുടെ എഡ്ജിൽ തട്ടാതെ പോയതുകൊണ്ട് മാത്രം വിക്കറ്റുകൾ നഷ്ടപ്പെട്ടൊരു സാധ്യതയും കൂടി ഉണ്ടായിരുന്നതായി ക്രിക്കറ്റ് അനലിസ്റ്റുകൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ആകാശ് ദീപ് ഒരു വജ്രായുധമായി മാറിയിരിക്കുകയാണ്. ബുംറ ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട താരങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഇന്ത്യൻ പേസ് നിര എങ്ങും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെ നമ്മൾ സൂചിപ്പിക്കും. ആകാശ് ദീപിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായി മാറിയത് മുഹമ്മദ് ഷമിയാണ്. മുഹമ്മദ് ഷമിയാണ് ആകാശ് ദീപിനെ ഈ ഒരു പേസിലോട്ടെങ്കിലും എത്തിച്ചത്. ആകാശ് ദീപ് മുഹമ്മദ് ഷമിയുടെ കൈകളിൽ എത്തുന്ന സമയത്ത് 120 മുതൽ 125 വരെയും 125 മുതൽ 130 വരെയും പേസിലെറിയുന്ന ഒരു മീഡിയം പേസർ ബോളർ മാത്രമായിരുന്നു. അവിടെ നിന്ന് ഷമിയോടൊപ്പം കൂട്ടുകൂടി അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ നിന്നുകൊണ്ടാണ് ഒരു ഫാസ്റ്റ് ബോളറായി ആകാശ് ദീപിന് മാറാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മത്സരത്തിൽ ആകാശ് എറിഞ്ഞ പന്തുകൾ പലതും ഇംഗ്ലണ്ട് ബാറ്റർമാരെ വലിഞ്ഞു മുറുക്കുന്നതായിരുന്നു. പല ബാറ്റർമാർക്കും റീഡ് ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ആകാശ് ദീപ് ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ ഇംഗ്ലണ്ട് താരങ്ങളെ വെള്ളം കുടിപ്പിച്ചു. അങ്ങനെ ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിൽ 10 വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് ആകാശ് ദീപിന്റെ തേരോട്ടം ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇവിടെയാണ് ആകാശ് ദീപ് തൻ്റെ ക്രിക്കറ്റിംഗ് കരിയർ തുടങ്ങുന്നത് എന്നുള്ളതാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. കാരണം ഇനി അങ്ങോട്ടുള്ളത് ആകാശിൻ്റെയും കൂടി ജേണിയാണ്. ഇന്ത്യൻ ടീമിൻ്റെ തോളിലേറിക്കൊണ്ട് ആകാശ് ദീപിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ക്രിക്കറ്റ് അനലിസ്റ്റുകളുടെ അഭിപ്രായം.